പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയാകുന്നു. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1201 കുംഭമാസം 21-ാം തീയതി, അതായത് 2026 മാർച്ച് മാസം 5-ാം തീയതി ഗുരുവാരം വ്യാഴാഴ്ച. നാളെ വ്യാഴാഴ്ചത്തെ സൂര്യോദയം കാലത്ത് 6:43 തൃശ്ശൂരിൽ, അസ്തമയം വൈകിട്ട് 6:32. നാളത്തെ രാഹുകാലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. വ്യാഴാഴ്ച 1:30 മുതൽ 3 മണി വരെയുള്ള സമയമാകുന്നു രാഹുകാലം. നാം ശുഭകാര്യങ്ങൾ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. നാളത്തെ നക്ഷത്രം ഉത്രം നക്ഷത്രമാകുന്നു കാലത്ത് 8:15 വരെ. ഉത്രം വാങ്ങാനും കൊടുക്കാനും ഒരു അനുകൂലമായ നക്ഷത്രമല്ല, എങ്കിലും ഉത്ര ശുഭനക്ഷത്രമാകുന്നു. അത് ഉത്തരത്രയത്തിൽ പെടുന്നു. നാളെ 8:15 മുതൽ പിന്നെ അത്തം നക്ഷത്രമായി. ഇവിടെ അത്തം നക്ഷത്രം കറുത്തപക്ഷത്തിലെ അത്തമാണ്, കറുത്തപക്ഷത്തിലെ ദ്വിതീയ തിഥിയാണ്. പക്ഷേ അങ്ങേയറ്റം കറുത്ത അമാവാസിയോട് അടുപ്പിച്ച് മാത്രമാണ് അത്തം നക്ഷത്രം വളരെ ബുദ്ധിമുട്ടുള്ള ഫലങ്ങൾ തരിക. ഏതായാലും നാളത്തെ അത്തം നക്ഷത്രം ഉത്തരത്രയത്തിൽ പെടുന്ന 9 നക്ഷത്ര സമൂഹത്തിൽപ്പെടുന്ന ഒരു നക്ഷത്രമാകുന്നു. നാളത്തെ തിഥി കറുത്തപക്ഷം 5 വരെ ചന്ദ്രൻ ബലവാനാണ്. നക്ഷത്രവും അത്തം നക്ഷത്രമാണ്. പക്ഷേ ഈ അത്തം നക്ഷത്രകാലത്ത് കുംഭം രാശിക്കാർക്ക് ഒരു കാര്യം ചെയ്യുവാൻ അനുകൂലമല്ല. അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന കുംഭം രാശിക്കാർക്ക് അവരുടെ അഷ്ടമരാശി കൂറാകുന്നു കന്നിക്കൂറ്, അത്തം വരുന്ന കന്നിക്കൂറ്. അതിനാൽ അവർക്ക് ഒരു കാര്യങ്ങൾക്കും നാളത്തെ ദിനം അഭിലഷണീയമല്ല എന്നറിയുക. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ നാളെ 11:45 മുതൽ 1 മണി വരെയുള്ള സമയം വളരെ അനുകൂലമാണ്. ബുധൻ്റെ കാലഹോരയാണ്. അപ്രകാരം ഇടവം രാശിയുടെ മധ്യത്തിലേക്കാണ് ലഭിക്കും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്. നാളെ അത്തം നക്ഷത്രമായാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ദേവീക്ഷേത്ര ദർശനമാണ് വളരെ നന്നാവുക. കാരണം രോഹിണി, അത്തം, തിരുവോണം ഈ നക്ഷത്രങ്ങളിൽ അധിപനായ ഗ്രഹം ആരാകുന്നു? അധിപനായ ഗ്രഹം ചന്ദ്രനാകുന്നു. ചന്ദ്രൻ ദേവിയെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹമാണ്. ശുക്രനും ചന്ദ്രനുമാണ് ദേവീ ഗ്രഹങ്ങൾ. ചൊവ്വ ഭദ്രകാളിയാണ്. ചന്ദ്രൻ ബലവാനായ ചന്ദ്രനെ കൊണ്ട് ദുർഗ മുതലായ ദേവതകളെ ചിന്തിക്കും. പക്ഷേ ചന്ദ്രൻ ദുർബലനായി മേടൻ രാശിയിലും വൃശ്ചിക രാശിയിലും നിൽക്കുകയാണെങ്കിൽ ചാമുണ്ഡി, ഭദ്രകാളി തുടങ്ങിയ ദേവതകളെയാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ ചന്ദ്രൻ അത്തം നക്ഷത്രത്തിൽ പ്രായണ ബലവാനായി നിൽക്കുകയാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അടുത്തുള്ള ദേവീ സംഗീതത്തിൽ വിളക്ക്, മാല, പായസം ദേവിക്ക് അർച്ചനയായി വഴിപാടായി ചെയ്യാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.